ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതകളും അതിന്റെ കാരണങ്ങളുമാണ്. വളരെ പ്രധാനമായിട്ടും ഒരു ആക്സിഡന്റിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അൺസേഫ് ആക്ട്, മറ്റൊന്ന് അൺസേഫ് കണ്ടീഷൻ. എപ്പോഴും അൺസേഫ് ആക്ട് എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അൺസേഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നാം ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആ ഒരു അവസ്ഥയാണ് അൺസേഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അൺസേഫ് ആക്ട്, സേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷൻ, സേഫ് കണ്ടീഷൻ. അപ്പം എങ്ങനെയാണ് ഈ അൺസേഫ് കണ്ടീഷനും അൺസേഫ് ആക്ടും ഒക്കെ നമുക്ക് ജോലി സ്ഥലത്ത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും നാം എല്ലാവരും ഫാക്ടറികളിൽ, കമ്പനികളിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ അൺസേഫ് ആക്ടും അൺസേഫ് കണ്ടീഷനും. ഇപ്പൊ ഉദാഹരണത്തിന് അൺസേഫ് ആക്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഗ്യാസ് സ്റ്റോർ ചെയ്തേക്കുന്ന ഏരിയയിൽ, അതല്ലെങ്കിൽ പെട്രോൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഏരിയ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പസ്റ്റബിളോ ഫ്ലെയിമബിളോ ആയിട്ടുള്ള സ്റ്റോറേജ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്കൊരു സൈൻ ബോർഡ് കാണാം, നോ സ്മോക്കിംഗ് ഹിയർ, ഇവിടെ ആരും പുക വലിക്കരുത് എന്നുള്ള ഒരു സൈൻ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട്, ഈ സൈൻ ബോർഡ് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലും ആ ഭാഗത്ത് നിന്ന് സിഗരറ്റ് വലിക്കുകയോ പുക വലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോ ആ സൈൻ ബോർഡിനെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലും അവിടെ നിന്ന് പുക വലിക്കുകയാണെങ്കിൽ അത് അൺസേഫ് ആക്ട് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു അൺസേഫ് കണ്ടീഷന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജോലി സ്ഥലത്ത് വളരെ പ്രോപ്പറായിട്ട് ലൈറ്റ് ലഭിക്കുന്നില്ല, വെളിച്ചം ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് വളരെ നല്ല രീതിയിൽ നടക്കുന്നില്ല, അവിടെ മൊത്തം ഗാർബേജ് ആണ്, അങ്ങനെ അതല്ലെങ്കിൽ ഓയിൽ ലീക്ക് ഉണ്ട്, വാട്ടർ ലീക്ക് ഉണ്ട്, ഇതൊക്കെ അൺസേഫ് കണ്ടീഷനാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? അപകടത്തിലേക്ക് നമ്മളെ നയിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും.